അവിടുന്ന് ഒരുക്കിയ വലിയ അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം. പലയിടങ്ങളിലായി ഇരുന്നു കൊണ്ട് ഞങ്ങൾ അവിടുത്തെ തിരുമുഖത്തേക്ക് നോക്കി അടുത്തു വരുമ്പോൾ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ, അവിടുത്തെ സാന്നിധ്യത്തിനുള്ളിൽ മറഞ്ഞിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ കൃപകൾ വലുതായിരിക്കയാൽ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ആരാധനകൾ അവിടുത്തേക്ക് സുഗ്രാഹ്യമായിരിക്കുവാൻ അവിടുന്ന് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പാട്ടുകളെ പാടി ആരാധന ലീഡ് ചെയ്യുന്ന പ്രിയ കുടുംബത്തെ നിന്റെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. അവരുടെ ശുശ്രൂഷകളെ മാനിക്കുമാറാകണം. കർത്താവെ, അവരുടെ ആവശ്യങ്ങളിൽ അവിടുന്ന് തുണയായിരുന്ന് സഹായിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തർക്കുമായി സ്തോത്രം ചെയ്യുന്നു. കടന്നു വരുവാനായി ആഗ്രഹിക്കുന്നവർ തക്ക സമയത്ത് ജോയിൻ ചെയ്ത് ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ നാമം മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് സഹായിക്കണം. അവിടുന്ന് പ്രാർത്ഥനകളും അഭയയാചനകളും കേട്ടിരിക്കിയാൽ സ്തോത്രം. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നത് കേട്ട് ഉത്തരം അരുളുമാറാകണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നവനായ നമ്മുടെ കർത്താവിൻ്റെ വലിയ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. 4 മാസങ്ങൾ നമ്മളെ വിട്ട് കടന്നുപോയി. 5-ാമത്തെ മാസത്തിൽ നമ്മൾ ദൈവസന്നിധിയിൽ ആദ്യത്തെ ദിവസം തന്നെ നമ്മൾക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ തന്ന ദൈവത്തിൻ്റെ കരുണയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നമ്മൾക്ക് ഒരുമിച്ച് ചില പാട്ടുകളെ പാടി കർത്താവിനെ ആരാധിക്കാം. കർത്താവിനെ ആരാധിക്കാനായി നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മളുടെ ഹൃദയങ്ങൾ ദൈവസന്നിധിയിൽ താഴ്ത്തി ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനുള്ള ആഗ്രഹത്തോടു കൂടെ നമ്മൾക്കായിരിക്കാം. പാട്ട് പാടുന്നത് അറിയാവുന്ന പാട്ടുകളാണെങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്ത് കൂടെ ചേർന്ന് പാടുന്നത് നന്നായിരിക്കും. പ്രിയ ബെന്നി ബ്രദറിനായി, എലിസബത്തിനായി, മകൾ ബീവളയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവരെയും ഓർത്ത് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ബെന്നി ബ്രദർ ആൻഡ് ഫാമിലി. താങ്ക് യു ബ്രദറെ. ദൈവനാമത്തിന് പൂർണ്ണ മഹത്വം ഉണ്ടാകട്ടെ. ഈ എഡിസൺ ക്രിസ്ത്യൻ ഫെലോഷിപ്പിൻ്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും വേഗം രാജാവായി വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. എല്ലാവരെയും അവരവരുടെ ഹൃദയങ്ങളെ അറിഞ്ഞ് യേശു കർത്താവ് ഇന്ന് അനുഗ്രഹിക്കുകയും ഹൃദയത്തിൻ്റെ ഞെരുക്കങ്ങളെ അറിയുന്ന ദൈവം ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും പ്രത്യാശയെ നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. കടന്നു വരാൻ ദൈവമക്കളെ, നമുക്ക് നമ്മുടെ വീണ്ടെടുപ്പ് ആത്മാവാണ് നമുക്ക് കാര്യം. നമുക്ക് ഹാലിൽ നമ്മുടെ രാജാവ്, നമ്മളെ നടത്തുന്നവൻ, ഹാലിൽ നമ്മളെ ബലത്തോടെ ഈ മരുഭൂയാത്ര നമ്മളെ നടത്തിക്കുന്ന ദൈവം, ഹാലിൽ നിത്യതയിൽ എത്തിക്കുന്ന ദൈവം. ഗ്ലോറി ടു ഗോഡ്. അവൻ നാം സർവജ്ഞാനിയാണ്, സർവശക്തനാണ്, ഹാലിൽ സകലത്തെയും അറിയുന്ന ദൈവം. ഗ്ലോറി ടു ഗോഡ്. ആ കർത്താവ് ആരിലും ആരാധ്യൻ, സ്വർഗത്തിലും ഭൂമിയിലും എല്ലാവരിലും ആരാധ്യനായ ഒരൊറ്റ നാമം, പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നാം എന്തപേക്ഷിച്ചാലും തരുന്ന ദൈവം. ആ കർത്താവിനെ ഇമ്മാനുവേൽ നമുക്ക് ചേർന്ന് നന്ദിയോട് ഉയർത്താം. അവിടുത്തെ ബലം ഈ മരുഭൂ യാത്രയിൽ നമുക്ക് വഹിക്കാം. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. എല്ലാ നാളും
ഗ്ലോറി ടു ഗോഡ്. സങ്കീർത്തനം 92:3 പറയുന്നുണ്ട്, രാവിലെ നിന്റെ ദയയും രാത്രി തോറും നിന്റെ വിശ്വസ്തതയും വർണ്ണിക്കുന്നത് നല്ലത്. ഹല്ലേലൂയ. ഇതിനൊന്നും ദൈവമക്കളെ നമുക്കൊരു യോഗ്യതയുമില്ല. അവിടുത്തെ ദയ, അവിടുത്തെ കരുണ, പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിത്വം, നമ്മളെ വഴി നടത്തുന്ന നമ്മുടെ കർത്താവിനെ നമുക്ക് ചേർന്ന് ശക്തിയോടെ അവിടുത്തേക്ക് ഉയർത്താം. ഹല്ലേലൂയ. നന്ദിയോടെ അവിടുത്തെ ആയിരിക്കാം, അവിടുത്തെ വലിയ ബലം പ്രാപിക്കാം. ഗ്ലോറി ടു ഗോഡ്. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും, രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത,
നമ്മുടെ കാലിനെ വീഴ്ചയിൽ നിന്നും, നമ്മുടെ ജീവനെ മരണത്തിൽ നിന്നും, നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും ഈ ഭൂമി കാത്തു സൂക്ഷിക്കുന്ന ദൈവം ഹല്ലേലൂയ, എത്ര സ്തുതിച്ചാലും ദൈവമക്കളെ മതിവരത്തില്ല. പ്രത്യാശയോടെ ആ കർത്താവിനെ ദേഹാദേഹ്യാത്മാവ് പൂർണ്ണ ശക്തിയോടെ നമുക്ക് അവിടുത്തെ ഉയർത്താം. അവിടുത്തെ പ്രത്യാശയിൽ നാം നിറയാം, സമാധാനത്തിൽ നമുക്ക് നിറയാം. ഗ്ലോറി ടു ഗോഡ്. കരുതുന്നവൻ ഞാനല്ലയോ എന്ന പഴയ ഗാനം പാടി ആ കരുതി നടത്തുന്ന നമ്മുടെ കർത്താവിനെ നമുക്ക് ആവോളം സ്തുതിക്കാം. ഗ്ലോറി ടു ഗോഡ്.
മാറ്റുന്ന ദൈവം, സന്തോഷം ഉടുപ്പിക്കുന്ന ദൈവം, ആ വലിയ രാജാവിനെ എത്രത്തോളം നമുക്ക് ഉയർത്തുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്തുവല്ലോ. ആ പ്രത്യാശയായ രാജാവിനെ നമുക്ക് നോക്കി പാർക്കാം. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തുടർന്ന് നടക്കുന്ന പ്രാർത്ഥന, അതുപോലെ ദൈവവചന പ്രഘോഷണം എല്ലാം നമ്മൾക്ക് ഹല്ലേലൂയ അനുഗ്രഹമായി, ശക്തിയായി, ഈ അന്ത്യനാളുകളിൽ പ്രത്യാശയായി പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. ഹല്ലേലൂയ. താങ്ക് യു ബെന്നി ബ്രദറെ. കണ്ണുനീരിന്റെ താഴ്വരയിൽ നമ്മളെ കൈവിടാത്ത ഒരു ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ ദൈവം ഒരുക്കിയ വലിയ അവസരത്തിനായി നമുക്ക് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കർത്താവ് കഴിഞ്ഞ 4 മാസക്കാലം നമ്മളെ പരിപാലിച്ചു. നമ്മൾക്കൊരു പുതിയ മാസം കൂടെ ദൈവം ദാനമായി തന്നു. കർത്താവിൻ്റെ കൃപകൾ നമ്മൾക്ക് വലുതായിരിക്കാനായി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. പെട്ടെന്ന് നമ്മൾക്ക് പ്രാർത്ഥന വിഷയങ്ങളിലേക്ക് കടന്നിട്ട് തോമസ് ബ്രദർ പ്രാർത്ഥിച്ച് സഹായിക്കും എന്ന് വിശ്വസിക്കുന്നു. പ്രാർത്ഥനാ വിഷയങ്ങൾ പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ ഇവാഞ്ചലിസ്റ്റ് രാജുവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന് സർജറി ഒക്കെ കഴിഞ്ഞു, ഹോസ്പിറ്റലിൽ റിക്കവറി ചെയ്തുകൊണ്ടിരിക്കുന്നു. തുടർന്നും അദ്ദേഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. അതുപോലെ കഴിഞ്ഞ ആഴ്ചയിൽ ലളിതയും തമ്പിയും ഹ്യൂസ്റ്റണിൽ നിന്നും നാട്ടിലേക്ക് കടന്നുപോയി എന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചിരുന്നു. അവര് നാട്ടിൽ ചെന്നു. എന്നാൽ എയർപോർട്ടിൽ വെച്ച് തമ്പി ഒന്ന് വീണ് ഒരു ബോണിന് ഫ്രാക്ചറായി എമർജൻസി സർജറി ആവശ്യമായിട്ടിരിക്കുകയാണ്. അത്രയും വിവരങ്ങളെ ഞങ്ങൾക്ക് അറിയത്തുള്ളൂ. അപ്പോൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. സർജറി നാട്ടിൽ വെച്ചാണോ അതോ ഇവിടെ തിരിച്ചു വന്നിട്ടാണോ എന്നൊന്നും അറിയുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ അവർ സൗഖ്യമായിരിക്കുവാൻ. തമ്പിയുടെ ആരോഗ്യസ്ഥിതി അത്ര മെച്ചമായിട്ടുള്ള ആളല്ല, വലിയ സ്ട്രോക്കുകളുമൊക്കെ കഴിഞ്ഞിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തെ ദൈവത്തിൻ്റെ കരങ്ങളിൽ, ആ കുടുംബത്തെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. മറ്റ് വിഷയങ്ങൾ നമ്മൾ എല്ലാ ആഴ്ചയിലും പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളാണ്. നമ്മളുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ വിവാഹം, വിവാഹിതരായ കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എല്ലാ ആഴ്ചയിലും പ്രാർത്ഥിക്കുന്നതാണ്. ആ വിഷയങ്ങളെ ഓർത്ത് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. നമ്മളുടെ ഇടയിൽ പ്രായത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കൃപയുടെ കരങ്ങൾക്കുള്ളിൽ, ബലമുള്ള കരങ്ങൾക്കുള്ളിൽ നമ്മളെ ഓരോരുത്തരെയും വഹിക്കുന്ന ദൈവം ആരോഗ്യത്തോടും ബലത്തോടും നമ്മളെ പരിപാലിക്കുവാനായി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കേരളത്തിലെ ഇലക്ഷൻ റിസൾട്ട്സ് ഒക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയമാണ്. കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ അമേരിക്കൻ ഐക്യനാടുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മിഡിൽ ഈസ്റ്റില് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവിക സമാധാനം ദേശത്ത് ഉണ്ടാകുവാനായി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. വചനവുമായി കടന്നു വരുന്ന കർത്താവിൻ്റെ ദാസന് വേണ്ടി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിച്ച് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. തോമസ് ബ്രദർ പ്രാർത്ഥിച്ച് സഹായിക്കാം. ആമേൻ. നമുക്ക് എല്ലാവർക്കും തലയിൽ വണക്കം പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങ് ഒരുമിച്ച് സ്തുതിക്കുന്നു. എഡിസൺ ക്രിസ്ത്യൻ ഫെലോഷിപ്പിൻ്റെ ഈ മീറ്റിങ്ങിൽ ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് ഈ മെയ് മാസം 1-ാമത്തെ ദിവസം ഞങ്ങൾക്ക് കടന്നു വരുവാൻ, കൂടി വരുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ ദൈവം തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഈ മിനിസ്ട്രിക്ക് നേതൃത്വം കൊടുക്കുന്ന ഞങ്ങളുടെ തോമസ് ബ്രദറിന് വേണ്ടി, ലിൻഡ സിസ്റ്റർക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളെ ശക്തമായ നിലയിൽ ശുശ്രൂഷയിൽ ബലപ്പെടുത്തുന്നത് ഓർത്ത് ഇന്നും ഈ എഡിസൺ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് വിജയകരമായി അനുഗ്രഹകരമായി നടക്കുന്നത് ഓർത്തും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചുകൊണ്ട് ദൈവിക വേലയിൽ വ്യാപൃതരായി ഓരോ ദിവസവും ബലത്തോടെ ജയത്തോടെ ഞങ്ങളെ നടത്തണം. ഇന്നത്തെ മീറ്റിംഗിൽ കൂട്ടിക്കൊണ്ടുവന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വിശേഷിച്ച് മീറ്റിംഗ് ഹോസ്റ്റും കോ ഹോസ്റ്റും ഒക്കെ ഞങ്ങളുടെ റോഹൻ ബ്രദറുണ്ട്, ഞങ്ങളുടെ ബിജോയ് ബ്രദറുണ്ട്. പ്രിയപ്പെട്ടവർക്ക് വളരെ കൈത്താങ്ങലായിട്ട് ഒരു വലിയ സപ്പോർട്ടായിട്ട് മിനിസ്ട്രിയെ സ്നേഹിച്ച് അവർ ചെയ്യുന്ന ശുശ്രൂഷയെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു.
പ്രാർത്ഥിക്കുന്ന എൻ്റെ മക്കളെയും അനുഗ്രഹിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട ഗാന ശുശ്രൂഷ നിർവഹിക്കുവാൻ കർത്താവെ, കർത്താവിൽ ഞങ്ങൾ വളരെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ബെന്നി ബ്രദർ, ഞങ്ങളുടെ എലിസബത്ത് സിസ്റ്റർ, മകൾ ബ്യൂള, അവരെ ഇന്നും കർത്താവ് കൊണ്ടുവന്നല്ലോ. ഈ ഗ്രേസ് മൗണ്ട് ഡിവോഷന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പിതാവേ, ആരിലും ആരാധ്യൻ അങ്ങാണ്, രാജാതി രാജാവൻ അവിടുന്നാണ്. ആ ദൈവത്തിൽ ഞങ്ങൾ ആശ്രയിച്ചാൽ രാത്രിയിലുള്ള കരുതൽ, ഹല്ലേലൂയ, രാവിലെയുള്ള വിശ്വസ്തത, ഇതൊന്നും ഞങ്ങൾക്ക് അനുഭവിപ്പാൻ ഒരു യോഗ്യതയുമല്ല. ഓരോ രാത്രിയിലും ഞങ്ങൾക്ക് പറയാനുള്ള ദൈവമേ അങ്ങയുടെ വിശ്വസ്തത, ഓരോ രാവിലെയും ഞങ്ങൾക്ക് പറയാനുള്ളത് ദൈവമേ അങ്ങയുടെ ദയ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കരുതും, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചെങ്കടലിലും വഴി തുറക്കും. എല്ലാവരും മറന്നാലും ഞങ്ങളെ മറക്കുകയില്ല എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങളൊക്കെ പാടി ആനന്ദിപ്പാൻ, ആരാധിപ്പാൻ ദൈവ സാന്നിധ്യം ഞങ്ങൾക്ക് തന്നതോർത്ത് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. പ്രാർത്ഥനാ വിഷയങ്ങൾ തിരുകരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, ഇവാഞ്ചലിസ്റ്റ് രാജുവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർജറി കഴിഞ്ഞ് ഹോസ്പിറ്റൽ റിക്കവറി റൂമിൽ വിശ്രമിക്കുന്നുണ്ടല്ലോ. അത്ഭുതകരമായ ഒരു വിടുതലും സൗഖ്യവും നൽകി അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി ഭവനത്തിൽ വരുവാൻ തുടർന്നുള്ള ദിവസങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേൾപ്പാൻ ഇടയാക്കണമേ. ലളിത സൃഷ്ടിക്ക് വേണ്ടി തമ്പി ബ്രദറിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാട്ടിലേക്കുള്ള യാത്രയിൽ കർത്താവെ, എയർപോർട്ടിൽ പ്രിയ തമ്പി ബ്രദർ വീഴ്ചയോടുള്ള ബന്ധത്തിൽ ഭാരത്തിലായിരിക്കുന്നല്ലോ, ഫ്രാക്ചറിൽ ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടല്ലോ പിതാവ്. എൻ്റെ കർത്താവിന് പരിഹരിക്കാൻ കഴിയാത്ത ഒന്നുമില്ല. ഏത് അവസ്ഥയിലാണെങ്കിലും കർത്താവ് കൃപ ചെയ്യണം. വിശേഷിച്ച് യാത്രാമധ്യത്തിൽ അങ്ങനെയുള്ള ഒരാപത്ത് സംഭവിക്കുമ്പോൾ എന്തുമാത്രം വിഷമത്തിലൂടെ കടന്നു പോകേണ്ടി വരുമല്ലോ. എന്നാൽ എൻ്റെ ദൈവത്തിന്റെ കരം താങ്ങിക്കൊള്ളണമേ. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവമേ ഒരു വിടുതൽ നൽകി അതിനുള്ള ട്രീറ്റ്മെന്റ് ലഭിച്ച് സമാധാനത്തോടെ മടങ്ങി വരുവാൻ അവിടുന്ന് ഇടയാക്കേണ്ടതായിട്ട് പ്രാർത്ഥിക്കുന്നു. മറ്റനേക പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളുടെ നടുവിൽ ഉണ്ടല്ലോ. എല്ലാ വിഷയങ്ങളും എൻ്റെ ദൈവം അറിയുന്നുണ്ടല്ലോ. ഞങ്ങളുടെ പ്രാർത്ഥന ശ്രദ്ധ വെച്ച് കേട്ട് മറുപടി നൽകണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ കാര്യം, കുഞ്ഞുങ്ങളുടെ വിവാഹ കാര്യം, വിവാഹത്തിന് ശേഷം തലമുറകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുടുംബങ്ങൾ, എല്ലാ വിഷയങ്ങളും തിരുകരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ തലമുറകളിൽപ്പെട്ട ആരും നഷ്ടപ്പെട്ടു പോകാതെ, നശിച്ചു പോകാതെ ദൈവവചനത്തിലേക്ക് മടങ്ങി വരേണ്ട തലമുറകൾ മടങ്ങി വരുവാൻ, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുവാൻ, യേശുനാഥന്റെ വരവ് ഏറ്റവും അടുത്തുപോയി മാനസാന്തരത്തിന് സമയമായി എന്ന് ഇന്നും ഞങ്ങൾ ഗാനത്തിൽ കേട്ടതുപോലെ മാനസാന്തരപ്പെട്ട് മടങ്ങി വരേണ്ടവരൊക്കെ മടങ്ങി വരുവാൻ സഹായിക്കണമേ. പ്രായത്തിലായിരിക്കുന്ന അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഉണ്ട്. പ്രത്യേക ബലത്തിൽ അവരെ നയിക്കണമേ. ഞങ്ങളുടെ ഇന്ത്യ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രത്യേക ഉണർവ് അയക്കണമേ. കേരള സ്റ്റേറ്റിൽ ഇലക്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ദൈവഹിത പ്രകാരമുള്ള ഒരു ഭരണകൂടം വരുവാൻ ദൈവം കൃപ ചെയ്യണമേ. മിഡിൽ ഈസ്റ്റിന്റെ യുദ്ധങ്ങൾ ഞങ്ങൾ കർത്താവെ ഓരോ ദിവസവും കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുവാൻ എൻ്റെ ദൈവം കഴിയും. യെരൂശലേമിന്റെ സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ നിലയിൽ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഒക്കെ കേൾക്കുമ്പോൾ ദൈവത്തിന്റെ വരവ് ഏറ്റവും അടുത്തുപോയെന്നുള്ള തിരിച്ചറിവോടുകൂടി വരവനെ നോക്കി പാർത്തുകൊണ്ട് വിശുദ്ധിയോടെ ജീവിപ്പാൻ അവിടുന്ന് കൃപ ചെയ്ത് ഞങ്ങളെ സഹായിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന പിതാവേ, ഒരുമനപ്പെട്ട് ഞങ്ങൾ ഇന്ന് ആരാധിപ്പാൻ ഇടയാക്കണമേ. എല്ലാവരും ഇരിക്കുന്ന ഭവനങ്ങളിൽ സ്തുതി സ്തോത്രങ്ങളോടെ ഏകാഗ്ര ഹൃദയത്തോടെ ഞങ്ങൾ ഇരിക്കുന്ന ഭവനങ്ങളിൽ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം ഉയരുവാൻ കൃപ ചെയ്യണമേ. തിരുവചനമായിട്ട് കടന്നു വരുന്ന ഞങ്ങളുടെ ദാസനെ തൃക്കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. ഭാഷ കെയ്ലബ് ജോർജിനെ അവിടുന്ന് തൃക്കരത്തിൽ ഏൽപ്പിക്കുന്നു. അഭിഷേകം ചെയ്യപ്പെട്ട ദൂതറിയിപ്പാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ച് ഞങ്ങൾ കേൾപ്പിച്ചു തരുവാൻ ഞങ്ങൾ കർത്താവെ ഇത് സാക്ഷാൽ ദൈവവചനമായിട്ട് ഏറ്റെടുക്കുവാൻ, വിശ്വാസമായി പരിണമിക്കുവാൻ, കേൾക്കുന്ന വചന ഉപകാരമായി തീരുവാൻ, സ്വർഗീയ നിത്യതയ്ക്ക് വേണ്ടി ഞങ്ങളെ ഒരുക്കിയെടുക്കുവാൻ എല്ലാ നിലയിലും ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ മീറ്റിംഗിനെ കൈയേറ്റ് നടത്തണമേ. സകലമാനവ മഹത്വം അങ്ങേക്ക് ക്രിസ്തുയേശുവിന്റെ വലിയ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്ന കാരണം തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. ആമേൻ. താങ്ക് യു തോമസ് കുട്ടി ബ്രദറെ. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മൾക്ക് ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം തന്നെ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ദൈവനാമത്തില് വന്ദനം ചൊല്ലുന്നു. കർത്താവിന്റെ ദാസൻ